നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അറബ് കപ്പ് നടക്കുന്നു. ഇന്ന് ക്വാർട്ടർ ഫൈനൽ മത്സരമുണ്ട്. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള ടീമുകൾ കളിക്കുന്നുണ്ട്. ഇന്ന് 8 മണിക്ക് മൊറോക്കോയും സിറിയയും തമ്മിൽ കളി. 11 മണിക്ക് പാലസ്തീനുമായിട്ടാണ് സൗദി അറേബ്യയുടെ കളി. ജോർദാനും ഇറാഖും തമ്മിൽ നാളെ കളിക്കുന്നു. അൾജീരിയയും UAEയും തമ്മിൽ നാളെ കളിക്കുന്നു. അപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട് ടൂർണമെൻറ്റ്. ഈ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടാണ് സൗദി പ്രോ ലീഗ് നിർത്തിവെച്ചിരിക്കുന്നത്. പ്രോ ലീഗിൻ്റെ 10ാം റൗണ്ട് മത്സരങ്ങൾ ഡിസംബർ 19 മാത്രമേ ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ ഏറ്റവും ഒടുവിൽ കളി നടന്നത് നവംബർ 23 ഈ ഒരു ബ്രേക്ക് തീർച്ചയായിട്ടും സീസണിൽ ടീമുകളെ മുന്നോട്ട് പോകുന്നതിൽ ആ പോക്കിലൊരു ബ്രേക്ക് വരുത്തും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോച്ച് ഹോർഗെ ജീസസിൻ്റെ ആവശ്യപ്രകാരം അൽ നസർ ഒരു ഫ്രണ്ട്ലി മത്സരം ഇന്നലെ കളിച്ചു. 2-4 അൽ നസർ വിജയിച്ച് കയറി. അൽ വഹദക്കെതിരെ 2-4 വിജയം. അതിൽ അൽ നസറിനായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയും കിങ്സ്ലി കോമനും ഹാറൂൺ കമാരയും സാദ് അൽ നസറുമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽ നസറിനായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. എന്തായാലും 2-4 വിജയം നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളി കൊണ്ട് സംതൃപ്തിപ്പെടാൻ എന്തായാലും കോച്ച് ഹോർഗെ ജീസസ് ഒരുക്കമല്ല. ഒരു മത്സരം കൂടി അടുത്ത വീക്കിൽ അറേഞ്ച് ചെയ്യാനാണ് അദ്ദേഹം അധികൃതരോട് ആവശ്യപ്പെട്ടുള്ള ഒരു ഫ്രണ്ട്ലി മത്സരം കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും സൗദി പ്രോ ലീഗിൽ ഇനിയിപ്പോൾ അൽ നസറിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഈ 10ാം റൗണ്ടിലാണ്. 10ാം റൗണ്ടിലെ മത്സരം എന്ന് പറയുമ്പോൾ അൽ നസർ ഡിസംബർ 21 അൽ നജ്മ സൗദിക്കെതിരെയാണ് കളിക്കുക. ഏതായാലും മറ്റൊരു പ്രശ്നം കൂടി ഉള്ളത്, ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ 9 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞുള്ളൂ. മറ്റ് ലീഗുകളെ അപേക്ഷിച്ച് സൗദി പ്രോ ലീഗിൻ്റെ പോക്ക് ഒരല്പം ദേശീയ ടീമുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. ഓൺലി 9 ഗെയിംസാണ് ഇതുവരെ ലീഗിൽ നടന്നിട്ടുള്ള 9 റൗണ്ട് ഓഫ് ഗെയിംസാണ് നടന്നിട്ടുള്ള 9 റൗണ്ട് മത്സരങ്ങൾ. നമ്മൾ ഓൾറെഡി ഡിസംബർ പകുതിയും കഴിഞ്ഞു. അതേസമയം മറ്റ് ടോപ്പ് ലീഗുകളൊക്കെ 13 മുതൽ 16 വരെ കളികൾ നടത്തി കഴിഞ്ഞു. പിന്നെ എന്താ ഉണ്ടാവുക? ലീഗ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഷെഡ്യൂൾ വളരെ ടൈറ്റായിരിക്കും. നിരന്തരം താരങ്ങൾക്ക് കളിക്കേണ്ടി വരും. ഈ നഷ്ടപ്പെട്ടു പോയ മത്സരങ്ങളൊക്കെ മിഡ് വീക്കിലൊക്കെ കുത്തിക്കയറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ മത്സരങ്ങൾ ഒരുമിച്ച് കളിക്കേണ്ടി വരും. അത് താരങ്ങൾക്ക് ഇഞ്ചുറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുമെന്ന ആശങ്കയാണുള്ളത്. പ്രത്യേകിച്ച് ഇത് വേൾഡ് കപ്പ് ഇയറാണ്. അതാണ് ദേശീയ ടീമുകൾക്ക് ആശങ്ക എന്ന് പറയുന്നത്. വേൾഡ് കപ്പ് ഇയറാണ്. വേൾഡ് കപ്പ് ഇയറിൽ ഇങ്ങനെ ഒരു ഹെക്ടിക് ഷെഡ്യൂളിൽ കൊണ്ടുവച്ച് കൊടുത്താൽ താരങ്ങൾക്ക് പരിക്കും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയിൽ ആശങ്കയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.